അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ചെയ്യുന്നുള്ളത് നമ്മുടെ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന പരിപ്പ് കറി വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. നമ്മൾ പരിപ്പ് ദാൽ ഫ്രൈ എന്നൊക്കെ പറയുന്ന ആ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തുവരപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ പരിപ്പെടുത്ത അതേ കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു പരിപ്പ് കറി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റുള്ള ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു സവാള എടുത്തിട്ടുണ്ട്. ഒരു സ്മോൾ സൈസുള്ള സവാളയാണ്. അതിലേക്ക് ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളക്, ഒരു 9 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വരാം. അതേപോലെ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ സവാളയും തക്കാളിയും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞതിന് ശേഷം 2 ഭാഗമാക്കി വെച്ചു. അങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ നമ്മുടെ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ പരിപ്പിലേക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ തൊലി കളഞ്ഞെടുത്ത വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇപ്പം പരിപ്പിലേക്ക് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ പച്ചമുളക് ഞാൻ ഡയറക്റ്റായിട്ട് അതിലേക്ക് തന്നെ കട്ട് ചെയ്ത് കൊടുക്കല. ഞാൻ അങ്ങനെയാണ് പൊതുവേ ചെയ്യാറുള്ളത് എല്ലാത്തിലേക്കും. അപ്പോൾ ഞാൻ പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുവരെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ദയവായിട്ട് ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയുമാണ് ചേർക്കേണ്ടത്. മറ്റേ മുളക് പൊടിയല്ല, കാശ്മീരി ഒരു കളറിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് ചേർക്കുന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇതിലേക്ക് മല്ലിയില വേണം. അത് ഞാനിവിടെ ഒരു 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മല്ലിയില നമ്മുടെ ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ഈ മല്ലിയില ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 കപ്പോളം എന്തായാലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ പൊടി ചേർത്ത ഭാഗത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മൊത്തത്തിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൻ്റെ മൂടി അടിച്ചിട്ട് ഒരു 2 വിസിൽ നമ്മളുടെ മീഡിയം ഫ്ലെയിമിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ 2 വിസിലാക്കി എടുക്കാം. സോറി 2 അല്ല കേട്ടോ, 3 വിസിലാക്കി എടുക്കണം. ആ ഒരു സമയത്ത് നമ്മളുടെ പരിപ്പ് നല്ല പോലെ വെന്തിട്ടുണ്ടാവും. അതേപോലെ നമ്മളുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും. വെള്ളം ആവശ്യമുള്ളവർ ആ ഒരു സമയത്ത് കുറേ ചേർക്കരുത് കേട്ടോ, കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് നല്ല ജീരകമാണ്, ചെറിയ ജീരകം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ നിങ്ങൾ എന്തെങ്കിലും കമൻ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നല്ല ജീരകം, ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അത് ഞാനിവിടെ 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വറ്റൽ മുളകാണ്. ഞാനൊരു 3 വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഇഷ്ടമുള്ളവർക്ക് അതെടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ദിവസം ഉണ്ടാക്കുന്ന അതേ ഇൻഗ്രീഡിയൻസ് ആണ്, പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് മാറ്റിപ്പിടിച്ചാൽ സംഭവം വളരെ ടേസ്റ്റി ആവും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ പരിപ്പ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കാശ്മീരി മുളക് കൂടി ചേർക്കുന്നുണ്ട് തന്നെ നല്ലൊരു കളറ് കിട്ടും നമ്മുടെ കറിക്ക് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ നമുക്ക് കുറച്ചും കൂടി നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡിയായി. ഞാൻ പറഞ്ഞ പോലെ സെയിം ഇൻഗ്രീഡിയൻസ് ആണ്, നമ്മൾ ഉണ്ടാക്കുന്ന പ്രോസസ്സ് മാത്രം ചെറുതായിട്ടൊന്ന് മാറ്റിപ്പിടിച്ചാൽ സംഭവം ഉഷാറാവും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഒരുപാട് വെറൈറ്റീസ് വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.